ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ. അതേ മോട്ടു, മത്സ്യകന്യക തന്നെയാണ്. പക്ഷെ ഇത് കഥകളിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതെങ്ങനെ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? അത് നമ്മളോട് സഹായമാണ് ചോദിച്ചത്. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇതുവരെ മീൻ പിടിച്ചില്ലേ? മത്സ്യകന്യകനെ പിടിച്ചേനെ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഒരു മത്സ്യകന്യകനെ കണ്ടു. അത് ഞങ്ങളോട് ഒരു സഹായവും ചോദിച്ചു. പൊളിച്ചെടുത്തല്ല മത്സ്യകന്യകയോ? നീ എന്താ ഞങ്ങളെ മണ്ടനാക്കാൻ നോക്കുക? നല്ല തമാശയാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. മത്സ്യകന്യകയെ നിങ്ങൾ കണ്ടു, എന്നിട്ട് അത് നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചെന്നോ? മോട്ടു സോറി, ഞങ്ങളൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് എടുക്ക്. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എനിക്ക് വിശ്വാസമായി. വാ, നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോയി മത്സ്യകന്യകയെ കണ്ടിട്ട് വരാം. അത് കണ്ടില്ലേ? ആ മത്സ്യകന്യകയാണ് ഞങ്ങളോട് സഹായം ചോദിച്ചത്. ഇത് മനുഷ്യരായ നമ്മുടെ അഭിമാന പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. പൊളിച്ചെടുത്തല്ലോ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ ലോബ്സ്റ്റർ നമ്മുടെ 4 പേരെ കഥ തീർത്തു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് തന്നെ വലിയൊരു നാണക്കേടാവും. വരൂ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഞാൻ രക്ഷപ്പെടുന്നതിനെ കുറിച്ചല്ല, അവളെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ തോക്കിന് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ, അല്ലേ? രക്ഷിക്കണേ, രക്ഷിക്കണേ. നിങ്ങൾ വളരെ ധൈര്യശാലിയാണ്. ഇതെന്റെ കടമയല്ലേ? പൊളിച്ചെടുത്തല്ലോ, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, കഥകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മത്സ്യകന്യകയെ നേരിട്ട് കാണുന്നത്. ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ്. പത്ലു, ഡോക്ടർ ജെറ്റ്ക, ഘസീട്ടാറാം. എന്റെ പേര് മോട്ടു. എന്റെ പേര് മേരി. ഈ ദുഷ്ടനായ ജിങ്കോ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവരുടെ നേതാവ് സിംഗ എന്റെ അച്ഛനെ അടിമയാക്കിയിരിക്കുകയാണ്. ഞങ്ങളെ ഒന്ന് സഹായിക്കണം, പ്ലീസ്. അയ്യോ, നിങ്ങൾ കരയരുത്. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, അല്ലേ കൂട്ടുകാരെ? അത് നീ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് സഹായിക്കാം. ഓ മോട്ടു, വളരെയധികം നന്ദിയുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട ചങ്ക്, എന്റെ ബ്രോ, ഞങ്ങളും കൂടി നിന്റെ കൂടെ വരാം. പൊളിച്ചെടുത്തല്ലോ, ഇനി നമുക്ക് ഭൂമിയെ കാണാൻ ഒരു അവസരം കിട്ടില്ലേ? നമ്മുടെ കഥ എന്നത്തോടെ തീർന്നു. ഇതാണ് ഞങ്ങളുടെ നഗരം. നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ഇത് വളരെ മനോഹരമായിരുന്നു. ഇതെന്റെ ചെറിയ സഹോദരൻ ലക്കിയാണ്. അവൻ ഹോക്കി വളരെ നന്നായി കളിക്കും. എന്ത്, നിങ്ങളൊക്കെ ഹോക്കിയും കളിക്കോ? ഞങ്ങൾ എല്ലാ കളികളും കളിക്കാറുണ്ട്. ഭൂമിയിൽ മനുഷ്യർ കളിക്കുന്ന എല്ലാ കളികളും. നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ ഭാഷയും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. നിങ്ങളെ പോലെയാണ് ഞങ്ങളും. ഇവർ എന്റെ സുഹൃത്തുക്കളാണ്. ഇവരാണ് എന്നെ സിംഗയുടെ പടയാളികളിൽ നിന്ന് രക്ഷിച്ചത്. മാത്രല്ല, ഇവർ നമ്മെ സഹായിക്കാനും വേണ്ടിയിട്ടുണ്ട്. മോട്ടു, ഇതാണ് എന്റെ സഹോദരൻ ലക്കി. ഇതെന്റെ സഹോദരി ചേരി. പിന്നെ ഇത് മോട്ടു, പത്ലു, ഡോക്ടർ ജട്ക, പിന്നെ ഗസീറ്ററാം. അങ്ങനെയാണോ? മോട്ടിച്ചേട്ടാ, നമുക്ക് ഹോക്കി കളിക്കാം. അതിനെന്താ, കളിക്കാലോ. പക്ഷെ ഈ കുതിര സവാരി എനിക്ക് അറിയില്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ കുതിരയെ എങ്ങനെയാണ് ഓടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതിനെയും ഓടിക്കേണ്ടത്. അപ്പൊ കളി തുടങ്ങാം, അല്ലേ? എന്താ പത്ലു? വാ, കളിക്കാം. ഇല്ലില്ല, ഞാൻ കളിക്കാൻ വരുന്നില്ല. ഞാൻ മേരിയോടൊപ്പം ഇവിടെ തന്നെ നിന്നോളാമേ. ഞാനും. പടയാളികൾ വരുന്നുണ്ട്. അവർ ഇവിടേക്കാണ് വരുന്നത്. എല്ലാവരും രക്ഷപ്പെട്ടോളൂ. എല്ലാവരും ഒളിച്ചോളൂ. ചേരി, ലക്കി, കൊട്ടാര
എന്തായി കാണിക്കുന്നത്? മോട്ടു എന്തൊരു ധൈര്യശാലിയാണ്. ഒറ്റയടിക്ക് അവരുടെ സേനാപതിയെ താഴെ ഇട്ടിരിക്കുന്നു. അപ്പൊ ഇനി ഈ ചിങ്ക പേടിച്ച് പൊക്കോളൂ. ഇതുകൊണ്ട് അവരുടെ ദേഷ്യം കൂടിയിട്ടുണ്ടാകും. എല്ലാവരും വേഗം പൊക്കോളൂ. വീരനായ മോട്ടു ഇവരുടെ കാര്യം നോക്കിക്കോളും. വാ പോകാം. രക്ഷകനെ. നിക്ക് 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 കുതിരെ. എന്റെ പൊന്നു ചങ്ങായി നിന്നോടാ പറയുന്ന, ഒന്ന് നിക്കൂ. മോട്ടു നമ്മുടെ കുതിരകളെ ഓടിക്കാൻ എത്ര വേഗത്തിലാ അഭ്യസിച്ചത്. കണ്ടോ കുതിരയുടെ സ്പീഡ്? എത്ര വേഗത്തിലാ അവൻ കുതിരയെ ഓടിപ്പിക്കുന്നത്. പക്ഷേ മോട്ടു നിക്കുന്നാണല്ലോ പറയുന്നത്. കടൽ കുതിരകളുടെ അടുത്ത് നിക്ക് നിക്കെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ സ്പീഡിൽ പോകും. പൊളിച്ചെടുത്തല്ലോ. ഇന്നത്തോടെ മോട്ടുവിന്റെ കഥ തീരോ? എന്റെ മോട്ടു, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഒന്ന് നിക്ക്, ഞാനും ഇതാ വരുന്നു. ഏ, 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 പത്തലു, രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. മോട്ടു രക്ഷിക്ക്, രക്ഷിക്ക്. ഓ മനോഹരം. ഇവർ തിരികെ വന്ന് ആക്രമിക്കുന്നത് നോക്കൂ. കുതിരയെ തിരിക്കാനും ഇവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മോട്ടു രക്ഷിക്കണേന്നാണല്ലോ പറയുന്നത്. ഓ അല്ലല്ല, അവൻ തിരിക്കൂ തിരിക്കൂ എന്നാണ് പറയുന്നത്. അവൻ തിരിക്കൂ തിരിക്കൂ എന്ന് പറയുമ്പോൾ കടൽ കുതിര ഏത് ദിശയിൽ നിന്നാണോ വന്നത് അതേ ദിശയിലേക്ക് തന്നെ തിരിച്ചും പോകുന്നു. പൊളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലുവിനെ ഇനി ദൈവത്തിന് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. രക്ഷപ്പെട്ടു. പത്തലു, അവന്മാരൊക്കെ പേടിച്ചോടി. മുകളിലുള്ളവന് ഒരുപാട് നന്ദിയുണ്ട്. മോട്ടു, നീ വളരെ വീരനാണ്. പിന്നെ പത്തലു, നീ ഇവന്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. അപകടങ്ങളിൽ സഹായിക്കുന്ന കൂട്ടുകാരൻ. നാളെ നിങ്ങൾ രണ്ടുപേരും പോയി സിംഗയെ ആക്രമിച്ചിട്ട് എന്റെ പിതാവിനെ തടവിൽ നിന്ന് മോചിതനാക്കണം. ഇതാ, ഇത് കഴിക്കൂ. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ പോലെ വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ കഴിയും. മാത്രല്ല സംസാരിക്കാനും കഴിയും. ആ, പത്തലു, ഇപ്പൊ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയ സമയമാ. എല്ലാവരും പാട്ടിലും നൃത്തത്തിലും ലയിച്ചിരിക്കുക. ഓടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ മോട്ടു. ഇതന്നെയാണ് രക്ഷപ്പെടാൻ പറ്റിയ സമയം. കൂട്ടുകാരെ, മോട്ടു പത്തലു നമ്മുടെ രാജാവിനെ രക്ഷിക്കാനായി ഇതാ പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളും അവരോടൊപ്പം പോണം. അത് നമ്മുടെ കടമയാണ്. എല്ലാവരും അവരുടെ ആയുധങ്ങളെടുത്ത് ഉടനെ തയ്യാറാകൂ. ഈ മോട്ടു പത്ലു നമ്മുടെ പുക കണ്ടേ പോകുന്ന തോന്നുന്നത്. നിക്കെന്ന് പറയല്ലേ മോട്ടു. അങ്ങനെ പറഞ്ഞ ഈ കുതിര വേഗത്തിൽ ഓടാൻ തുടങ്ങും. അതെ അതെ, ഇപ്പൊ ഞാൻ ഇവരെ ഓടിക്കാനുള്ള എല്ലാ കോഡുകളും പഠിച്ചു കഴിഞ്ഞു പത്തലു. ഇവിടെ എന്തൊരു വെളിച്ച, എന്തൊരു സമാധാനം. നിക്ക്. രക്ഷിക്കണേ. അല്ല, ഇത് നിങ്ങൾ മേരിയുടെ അച്ഛനാണോ? അതെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാൻ പറഞ്ഞുതരാം. നിന്റെ അന്തകനാണ് അന്തകൻ. ഞാൻ സിംഗയാണ് സിംഗ. സിംഗയോ? ഓടിക്കോ. നിക്ക്. എല്ലാവരും നിൽക്കൂ. മോട്ടു പത്തലു നമ്മുടെ രാജാവിനെ രക്ഷിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്രമിക്കൂ. ഒരുത്തിനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ആക്രമിക്കൂ. ഞാൻ
ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ കണ്ടിട്ട് ഇന്ന് ഒരുപാട് വലിയ മീനുകൾ എന്റെ വലയിൽ കുടുങ്ങുമെന്നാ തോന്നുന്നേ. രക്ഷിക്കണേ. ഇതെന്തായാലും നന്നായി. ഇനി ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ടേബിളിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ അവൻ. മോട്ടു പത്ലു വിജയിക്കട്ടെ. മോട്ടു പത്ലു വിജയിക്കട്ടെ. മോട്ടു പത്ലു വിജയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മോട്ടുവും പത്ലുവും ജീവൻ പണയം വെച്ച് നമ്മളെയും നമ്മളുടെ രാജ്യത്തെയും രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം എന്റെ മക്കളെ ഞാൻ ഇവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. മോട്ടുവിന്റെ വിവാഹം മേരിയുമായും പത്ലുവിന്റെ വിവാഹം ഷാരിയുമായും നടത്താം. പിന്നീട് അവർ രണ്ടുപേരും ഈ സാമ്രാജ്യം ഭരിക്കുന്നതായിരിക്കും. എന്താ, സമ്മതമല്ലേ?